ചോദ്യം നമ്പർ 511 ശ്രീ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ ആകെ വനപ്രദേശം 11,531.131 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ സംരക്ഷിത പ്രദേശങ്ങളായി പരിപാലിക്കപ്പെടുന്ന വനഭൂമിയുടെ ആകെ വിസ്തൃതി 6,442.737 ചതുരശ്ര കിലോമീറ്ററും പരിരക്ഷിത പ്രദേശമായി പരിപാലിക്കുന്ന വനമേഖലയുടെ ആകെ വിസ്തൃതി 3,066.184 ചതുരശ്ര കിലോമീറ്ററുമാണ്. ബി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, ഇക്കോ റെസ്റ്റോറേഷൻ പദ്ധതി മുഖേന വിവിധ തദ്ദേശീയ വൃക്ഷങ്ങൾ നട്ടുപിടിക്കൽ, ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പദ്ധതികൾ മുഖേന പ്രക്ഷീണ വനങ്ങളെ കണ്ടെത്തി പരിപാലിക്കൽ, ജല സംരക്ഷണത്തിനായി വനത്തിനുള്ളിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ കുളങ്ങൾ, ചെക്ക് ഡാമുകൾ എന്നിവ സ്ഥാപിക്കൽ, കാട്ടുതീ പ്രതിരോധ പ്രവർത്തനം, വനാതിർത്തി പുനർനിർണയിച്ച് സ്ഥിരം ജണ്ടകൾ സ്ഥാപിക്കൽ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഫീൽഡ് പട്രോളിംഗ്, വനം കയ്യേറ്റം തടയൽ, വന്യജീവികളുടെ കണക്കെടുപ്പും പരിപാലനവും, വനങ്ങൾ സംരക്ഷിക്കുന്നതിനായി അധിനിവേശ സസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം ചെയ്യുന്നതോടൊപ്പം നിലവിലുള്ള ചെറു തടയണകളും ബ്രഷ്വുഡ് തടങ്ങളും കുളങ്ങളും നീർച്ചാലുകളും ഫണ്ട് ലഭ്യതക്കനുസരിച്ച് സംരക്ഷിച്ചു വരുന്നുണ്ട്. സൂക്ഷ്മ നീർച്ചാലുകൾ, മണ്ണ് ജല സംരക്ഷണത്തിനായി യോജ്യമായ ഇടങ്ങളിൽ ഗള്ളി പ്ലഗിംഗ് എന്നിവയും ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് നടത്തി വരുന്നുണ്ട്. സോ, ഇത് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ആദ്യമായിട്ടാണ് വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് വനസംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ദിവസേനയുള്ള ഫീൽഡ് പരിശോധനകളും പ്രത്യേക ഇൻറ്റീരിയൽ ക്യാമ്പിംഗ് പരിശോധനകളും വാഹന പട്രോളിങ്ങും വനം കയ്യേറ്റം ചെറുക്കുന്ന അതിർത്തി മേഖലകളിൽ സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. സർ, സി. ശോഷണം സംഭവിച്ച വനങ്ങളുടെ സംരക്ഷണത്തിന് താഴെ പറയുന്ന പദ്ധതികൾ മുഖാന്തരം നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തേക്ക് തോട്ടങ്ങളിൽ സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടികൾ ക്യാമ്പ പദ്ധതി മുഖാന്തരം സ്വീകരിച്ചു വരുന്നു. കൂടാതെ ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പദ്ധതികൾ പ്രകാരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം സംബന്ധിച്ച നയരേഖ 17/12/2021 ഉത്തരവ് 29/21 വനം പ്രകാരം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥക്കും ദോഷകരമായതും പ്രാധാന്യം നഷ്ടപ്പെട്ടതുമായ അക്കേഷ്യ, യൂക്കാലിപ്സ്, ബാറ്റിൽ തുടങ്ങിയ ഏകവിള തോട്ടങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് സ്വാഭാവിക വനങ്ങളായി പുനഃസ്ഥാപനം ചെയ്യുന്നതിന് വിഭാവനം ചെയ്തിട്ടുണ്ട്. 20 വർഷത്തെ ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 27,000 ഹെക്ടർ സ്ഥലത്തെ ഏകവിള തോട്ടങ്ങൾ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങളായി നീക്കം ചെയ്ത് പുനഃസ്ഥാപിക്കാനാണ് നയരേഖയിൽ പറഞ്ഞിട്ടുള്ളത്. സർ, ബാക്കി ഭാഗങ്ങൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ശ്രീ AC മൊയ്തീൻ. സർ, കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള ലഭ്യതക്കുറവ് വനങ്ങളിലുള്ള വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നതിന് ഈ പ്രശ്നങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സർ അനിയന്ത്രിതമായ വംശവർദ്ധനവ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര വന നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സർ, ഇതിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം 1972 അന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി വർത്തമാന കാലഘട്ടം വനമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ കഴിയാതെ കാലഹരണപ്പെട്ടതാണ്.
ആ കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഉന്നയിക്കുകയും കേരള നിയമസഭ തന്നെ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി കേന്ദ്ര ഭരണകൂടത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കും നേരിട്ടും അല്ലാതെയും സമർപ്പിച്ചിട്ടുണ്ട് സർ. ഇവിടെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യവശാൽ നിഷേധാത്മകമായ നിലപാടാണ് ഇപ്പോഴും അവർ തുടരുന്നത്. പുതിയ ഗവൺമെൻറ് വന്ന പശ്ചാത്തലത്തിൽ പഴയതുപോലുള്ളൊരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരിവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ച് തന്നെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താനാണ് വനം വകുപ്പും സർക്കാരും ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അധിനിവേശ മരങ്ങളും സസ്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് തൈകളാണ് വനം വകുപ്പ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായൊക്കെ നാട്ടിൻ പുറത്തൊക്കെ വിതരണം ചെയ്യുന്നത്. അതിലിത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഈ ജൈവവൈദ്യ ശോഷണത്തിൻ്റെ ഭാഗമായി നമ്മളൊരു ഘട്ടത്തിൽ കണ്ടതാണ് കാവുകളുടെ സംരക്ഷണം. അതിനാവശ്യമായ പദ്ധതി ഇപ്പോൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദമാക്കാമോ? സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയിലും കാവുകളുടെ പ്രാധാന്യം നമുക്ക് മാറ്റി നിർത്താനാവുകയില്ല. അതുകൊണ്ട് തന്നെ കാവുകളുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഇനമായി വനം വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക ലഭ്യത ഇപ്പോൾ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയുന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി ഈ കാര്യത്തിൽ വരുത്തുന്ന ഉദാസീനത നമ്മുടെ ജൈവ സമ്പത്തിനെ സാരമായി ബാധിക്കുമെന്നതിനാൽ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അത് ഗൗരവത്തിൽ തന്നെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ എ പ്രഭാകരൻ. സർ, തോട്ടങ്ങൾക്കുള്ളിലും ചുറ്റുമുള്ള അതിർത്തി പ്രദേശങ്ങളിലും ജൈവ വൈവിധ്യ പരിപോഷണത്തിന് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവയുടെ വിശദാംശം അറിയിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, തോട്ടങ്ങൾക്കുള്ളിലും തോട്ടങ്ങൾക്ക് ചുറ്റും ജൈവവൈവിധ്യ സമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് വനത്തിൻ്റെ സ്വാഭാവികത നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവിക വനങ്ങളായി നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കുന്ന മുറക്ക് നമ്മുടെ ജൈവസമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ കഴിയും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇന്ത്യയിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള 4 ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഒന്നാമത്തെ പ്രദേശം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ സംരക്ഷണം നമ്മൾ അവഗണിച്ചാൽ അത് ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനത്തിനും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അർഹതപ്പെട്ട പ്രാധാന്യം നൽകിക്കൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ കെ ഡി പ്രസേനൻ. സർ, നമ്മുടെ നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടാക്കുന്ന ആനകൾ വളരെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ മികച്ച സൗന്ദര്യവുമുള്ള ആനകളാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലേക്ക് വരുന്ന പല ആനകളെയും കണ്ടാൽ ഏതാണ്ട് ഭിന്നശേഷി പെൻഷനും വാർദ്ധക്യകാല പെൻഷനും കൊടുത്ത് വീട്ടിലിരിക്കേണ്ട പരുവത്തിലുള്ളതാണ്. ഈ 2 പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്നത് പൂർവ്വകാലത്ത് വനാന്തരങ്ങളിൽ നിന്ന് ആനകളെ പിടിച്ച് പരിപാലിക്കാനുള്ള അനുവാദം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. സാർ, എൻ്റെ ചോദ്യം പ്രാദേശിക ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംരക്ഷിത മേഖലയോട് ചേർന്ന് ഇക്കോ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ്. ആനയായിട്ട് ബന്ധപ്പെട്ടല്ല. യെസ് സർ, ഇത് രണ്ടും ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതുപോലെ 2 പ്രശ്നങ്ങൾ നടന്നാലും ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കണക്കെടുത്തുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കാട്ടാനകളുടെയും സംരക്ഷിക്കുന്ന നിയമം പോലെ തന്നെ നാട്ടാനകളെ സംരക്ഷിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം പരിഷ്കരിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നാട്ടാന പരിപാലന സംഘങ്ങളുടെയും ആന ഉടമസ്ഥന്മാരുടെ സംഘടനകളെയും നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയവർ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നും ചർച്ച കൂടാതെ അത് നടപ്പിലാക്കരുത് എന്നും അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
ഒരു വിദഗ്ധ പരിശോധന നടത്തി ചർച്ചകൾ നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ സൗന്ദര്യമുള്ള ആനകളെ തന്നെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ കഴിയും. ആനയുടെ ചലനമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആ ചലനശേഷി നഷ്ടപ്പെട്ട ആനകൾ കൊണ്ടുവന്നാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല എന്നുള്ള മെമ്പറുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഞാൻ പറഞ്ഞു സാർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് ഓരോ മേഖലയിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലാസിഫൈ ചെയ്ത് ആ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അതാത് മേഖലയ്ക്ക് പറ്റിയ പരിപോഷണ പരിപാടികളാണ് ആവിഷ്കരിക്കേണ്ടത്. അത് നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ആന്റണി ജോൺ. സർ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാർ. സാർ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സാർ എൻ്റെ മണ്ഡലത്തിലെ നേരുമംഗലം വില്ലാഞ്ചിറയിൽ, അവിടെ ദേശീയപാതയിൽ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ഒരു വൻമരം വീണ് ഇടുക്കി സ്വദേശിയായ ജോസഫ് എന്ന ഇടുക്കി സ്വദേശി അവിടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ആ ബോഡി വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ തന്നെ ഏറെ സമയം എടുക്കേണ്ടി വന്നു. ഇതേ പഞ്ചായത്തിൽ തന്നെയാണ്, കവളങ്ങാട് പഞ്ചായത്തിലാണ്, നെല്ലിമറ്റത്ത് 9 വർഷം മുമ്പ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് ഇതുപോലെ വലിയ മരം വീണ് 5 കുട്ടികൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ നേരുമംഗലത്തെ ഈ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറേ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലുമടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന മുന്നറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതുപോലുള്ള പാഴ്മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളുമൊക്കെ അടിയന്തരമായി അതിൻ്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, കാലവർഷക്കാലത്ത് ഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗവേഷണ കേന്ദ്രം നമുക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മരം പൊട്ടി വീഴുകയും ഒരാൾ മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. ശ്രീ റോജി എം ജോൺ. എൻ്റെ നിയോജകമണ്ഡലത്തിൽ മലയാറ്റൂർ ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി 20 ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം സാർ. ഒരു കുട്ടി ആന അതിനകത്തൊരു ചെറിയ കിണറ്റിൽ വീണു. ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. ആളുകളെല്ലാം ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. ഇത് നിരന്തരമായിട്ടുണ്ടാക്കിയിട്ട് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. കഴിഞ്ഞ ദിവസം പ്ലാന്റേഷനിൽ ആന ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആകെയുള്ള റേഷൻ കടയാണ് അവിടെയുള്ള ആളുകൾക്ക്. ആ റേഷൻ കട മുഴുവൻ ആന ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു സാർ. ഇപ്പോൾ അവിടെ വലിയ തോതിൽ നിരന്തരമായിട്ട് ഈ പ്രശ്നം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മലയാറ്റൂർ, അയ്യമ്പുഴ, കറുകുറ്റി, മൂക്കന്നൂർ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ അവിടെ ആളുകൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും അതിൻ്റെ വാർത്ത മന്ത്രിക്ക് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സാർ. ഇങ്ങനെ അടിക്കടിയായിട്ട് ആന 1ഉം 2ഉമായിട്ടല്ല സാർ, 15ഉം 20ഉം ഒക്കെ ആയിട്ട് ആന കൂട്ടമായിട്ടാണ് വന്ന ജനവാസ മേഖലകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ആളുകൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാവണം. സാർ, ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം, ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത്. അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ്. പിന്നെ അവിടെ നടക്കുന്ന സംഭവം, ആ കാര്യത്തിൽ വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്.
അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് അറിയാവുന്നതുപോലെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തിയതാണ്. ആ നടപടികളുമായി മുമ്പോട്ട് പോകും. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ. സർ, വന വൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ സ്വാഗതാർഹമാണ്. വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിരവധി ഏക്കർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് തേയില, റബ്ബർ, കാപ്പി, കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത് സ്റ്റേറ്റിന് ഉപയോഗപ്പെടുത്തത്തക്ക നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വനവികസന കോർപ്പറേഷനെ ശക്തിപ്പെടുത്തി ഈ മുഖ്യമായ ഈ പ്രശ്നം സാമൂഹ്യ ആവശ്യമെന്നുള്ള നിലയിൽ അത് പരിഹരിക്കുന്നതിനുള്ള നിലപാട് വനം വകുപ്പ് സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തോട്ടങ്ങൾ സ്വാഭാവികമായും അത് വനം വകുപ്പിൻ്റേതായി മാറുന്നുണ്ട്. വനം വകുപ്പിന് തോട്ടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിലും വേണ്ടത്ര പരിചയമോ പക്വതയോ ആ മേഖലയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ വനം വിഭവ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടിക്കാനാവുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. സർ, 1-2 സ്ഥലങ്ങളിൽ അത് പരിശോധിച്ചെങ്കിലും അതും ലാഭകരമായി നടത്താൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാൽ ലാഭകരമാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യതയാണ്. ആ അനിവാര്യതയുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട മെമ്പറുടെ ഉപദേശവും ആ ഘട്ടത്തിൽ ആരായുന്നതാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ എലിഫൻറ്റ് സർവേ നടത്തിയിട്ടുണ്ടോ? അതിനകത്ത് എത്ര വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? സാർ, കാട്ടാനകളെ പിടിക്കാനും കുങ്കിയാനകൾ മുഖേന അതിനെ നാട്ടാനയാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള നടപടി നടത്തിയിട്ടുണ്ടോ? നമ്മുടെ കോന്നിയിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ആന പരിശീലന കേന്ദ്രത്തിലും ഇപ്പോഴെത്ര ആനകൾ അതിൻ്റെ പരിശീലനത്തിലുണ്ട്? ഇനി അധികമായി വരുന്ന ഈ ആനകളെ കൂടെ ഇപ്പം നമ്മുടെ നാട്ടിലെ നാട്ടാനകളുടെ എണ്ണം വളരെ കുറയുകയാണ്. ബീഹാറിൽ നിന്നും മറ്റ് രാജസ്ഥാനിൽ നിന്ന് വരുന്ന ആനകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടാനയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടിൽ വരുന്ന അധിക ആനകൾ നാട്ടാനയായി മാറ്റുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, അത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർ, ഏതിനാ മറുപടി പറയുന്നത്? അല്ല, നാട്ടാനയാക്കാൻ പറ്റും. തൻ്റെ ആനയുടെ സർവേ എടുത്തിട്ടുണ്ടോ? ആരുടെ ചോദ്യം ആനകളുടെ സർവേ എടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കോട്ട മെമ്പർ അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ സർ, കാട്ടാനകളെ സംബന്ധിച്ച സർവേ ഇക്കഴിഞ്ഞ 2022 കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുണ്ട്. ആ കണക്കുകളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെയാണ്. അല്ല, അനിയന്ത്രിതമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരിശോധിക്കാനുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണ്. സർ, മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നാട്ടാനകളാക്കി മാറ്റും. പക്ഷെ വനത്തിൽ നിന്നും നമ്മൾ ഈ രൂപത്തിൽ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക. അത് ധോണി, ഇവിടെ തിരുവനന്തപുരത്തെ നെയ്യാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അയക്കുന്നത്. അവ സ്വാഭാവികമായും പിന്നീട് കുങ്കിയാനകളായി മാറും. നമ്മൾ കോന്നിയിൽ നിന്നും പിടിച്ച ആനയാണിപ്പോൾ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ കുങ്കിയാനയുടെ റോൾ നിർവഹിച്ചുകൊണ്ട് ചിന്നക്കനാലിൽ നിന്നും ഒക്കെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു അനിയന്ത്രിതമായി നടത്താൻ പറ്റില്ല സർ. വളരെ സൂക്ഷിച്ചും കരുതലോടെയും പടിപടിയായി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, സംസ്ഥാനത്ത് പുതുതായി RRTകൾ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ നിയോജകമണ്ഡലത്തിലെ വണ്ടമ്പതാൽ കേന്ദ്രമാക്കി ആരംഭിക്കാനാണ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമോ? അതോടൊപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിലെ വനമേഖലയുമായി അതിർത്തിയുള്ള പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് ഫെൻസിങ് സ്ഥാപനം ഉടൻ ആരംഭിക്കുമോ എന്ന് വ്യക്തമാക്കാമോ?
സർ, ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം ഇന്ന് വന്ന ചോദ്യത്തിൻ്റെ സ്പിരിറ്റുമായി യോജിക്കുന്നില്ല. ഇന്ന് വന്ന ചോദ്യം തികച്ചും വ്യത്യസ്തമായ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ജൈവവൈവിധ്യ മേഖലയെ സംരക്ഷിക്കുന്ന, ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത്തരം ചോദ്യങ്ങളാണ് ഞാൻ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മെമ്പർ ഈ സഭയിൽ ഉന്നയിച്ച സാഹചര്യത്തിൽ RRTകളെ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 10-12 എണ്ണം ആവശ്യപ്പെട്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ 7 എണ്ണമാണ് അനുവദിച്ചത്. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉദാരമായ നയം സ്വീകരിക്കുമെങ്കിൽ ഒരു 3-4 എണ്ണം കൂടി കിട്ടിയാൽ മെമ്പർമാരുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ അങ്ങയുടെ സവിശേഷ പരിഗണന ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല സർ, വലിയ മാറ്റം വനമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരും നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്, അവർ കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ആ നടപടികളിലേക്കും ഇപ്പോൾ പോയി വനസേനയെ ശക്തിപ്പെടുത്തി, വനമേഖലയെ ശക്തിപ്പെടുത്തി, കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നടപടികൾക്ക് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുമെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എം രാജഗോപാൽ. സർ, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കൗവായിക്കായലും പരിസരവും ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ഈ കായലിലെ പ്രധാന ദ്വീപായ ഇടയിലക്കാട് ദ്വീപിൽ വളരെ അപൂർവങ്ങളായ സസ്യസമ്പത്തും കായലിൽ വൈവിധ്യങ്ങളായ മത്സ്യസമ്പത്തും കൊണ്ട് സമ്പന്നമാണ് സർ. ഇവ സംരക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം CWRDMൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. കായലിനെയും ദ്വീപിനെയും സംരക്ഷിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാമോ? സർ, ഈ മെമ്പർ ഉന്നയിച്ച പ്രശ്നം പ്രത്യേകമായി പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം സർ. ശ്രീ സണ്ണി ജോസഫ്. സർ, ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് കേരളം സമർപ്പിച്ചിട്ടുള്ള ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. അത് 2022 ജൂലൈ 6 ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല. ഈ 2022 ഉത്തരവ് ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കും. അതുകൊണ്ട് കേരളത്തിന്റെ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കി അതിന് അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ഉചിതമായി, നിയമാനുസൃതമായി, വസ്തുനിഷ്ഠമായി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, ഒന്ന്, ഈ ചോദ്യം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉമ്മൻ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ്റെ നിയമനത്തെ തുടർന്ന് അവർ കണ്ടെത്തിയ നിഗമനങ്ങളെക്കുറിച്ചും നമ്മുടെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധവും ശബ്ദവും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ MLA-മാരുടെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം പ്രത്യേക പ്രദേശങ്ങളിൽ ചെന്ന് മേഖലകളായി തിരിച്ച് അവിടെ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമർപ്പിച്ചിട്ടില്ല എന്നല്ല, അത് ആ നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിൽ EFL-മായും ESZ-മായും ESS-മായും ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ്. അതിലൊന്നാണ് ബഫർ സോണുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കൂടുതൽ ബഫർ സോണുമായി ബന്ധപ്പെട്ടല്ല, EFL-മായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും കുറേ വിശദീകരണങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ കേരളത്തിലെ പരിസ്ഥിതി മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ കെ ബാബു നെന്മാറ. സർ, ലോക പൈതൃക ഭൂപടത്തിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിര. സർ, ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുമാണ്. അതിൻ്റെ ഭാഗമായി കിടക്കുന്നതാണ് പറമ്പിക്കുളം നെല്ലിയാമ്പതി മേഖല. സർ, പറമ്പിക്കുളം മേഖലയിലെ സ്വാഭാവിക വനങ്ങളെ വെട്ടിവെളിപ്പിച്ച് അവിടെ തേക്ക് പ്ലാന്റ് ചെയ്തു. ഒരു തേക്കിൻ്റെ കാലാവധി 40 വർഷമാണ്. ആ പ്രായപരിധി കഴിഞ്ഞ തേക്കിന് അടിയിൽ ഒരു പക്ഷിക്കോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കോ ഒരു തീറ്റയും കിട്ടില്ല, കുടിക്കാനുള്ള വെള്ളം പോലും പോകുകയാണ്. സാർ, അത്തരം തേക്ക് പ്ലാന്റ് വെട്ടിയാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസവും അതുപോലെ ആ ആദിവാസി ഊരുകളിലുള്ള മനുഷ്യർക്കുള്ള തൊഴിലും ലഭ്യമാക്കാൻ കഴിയും. ഒരു തിന്നിങ് പോലും നടക്കുന്നില്ല. സാർ, എൻ്റെ ചോദ്യം ഇതാണ്, അത്തരത്തിൽ പ്രായപരിധി കഴിഞ്ഞ വൻ മരങ്ങളെ വെട്ടിമാറ്റി സ്വാഭാവിക വനവൽക്കരണത്തിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. സർ, തേക്ക് മരങ്ങൾ നമ്മുടെ വനങ്ങളിൽ വച്ച് പിടിപ്പിക്കാനിടയായത്
നമ്മുടെ വ്യാവസായിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ ഏറ്റവും വലിയ വ്യവസായം തടി വ്യവസായമായിരുന്നു. ആ തടി വ്യവസായം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വരുമാനത്തിൽ ഗണ്യമായ പങ്കും വഹിച്ചിരുന്നു. പിൽക്കാലത്ത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. അന്ന് ക്ലിയർ ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സംവിധാനം ഒരു ഘട്ടത്തിൽ നിർത്തലാക്കി. ആ നിർത്തലാക്കിയതൊന്നും ഈ 2016 ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് എന്ന് താങ്കൾ പറയില്ല എന്നെനിക്കൊന്നു. അപ്പോൾ നേരത്തെയുള്ളൊരു കാര്യമാണ്, അന്നത്തെ സാഹചര്യത്തിൽ എടുത്തുള്ള തീരുമാനമാണ്. പക്ഷേ ഇന്ന് പിൽക്കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടത് തേക്കായാലും അക്കേഷ്യയായാലും മാഞ്ചിയായാലും ചെന്നയായാലും എല്ലാം ഭൂമിയുടെ ജലസ്രോതസ്സിനെ വല്ലാതെ ചൂഷണം ചെയ്ത് ഭൂപ്രദേശങ്ങളെ മരുഭൂമിക്ക് തുല്യമാക്കി മാറ്റുന്നതെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ കാണും, ഒരു തേക്കിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് പോലും മുളക്കുകയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമിയുടെ ഊഷരത നഷ്ടപ്പെടാനിടയാകുന്ന ഫലവൃക്ഷങ്ങളായാലും മറ്റു വൃക്ഷങ്ങളായാലും നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടിപടിയായി അത് വെട്ടിമാറ്റുന്നതോടൊപ്പം സ്വാഭാവിക വനങ്ങൾ എന്ന പേരിൽ വിളിക്കാവുന്ന വൃക്ഷങ്ങൾ നട്ടുവളർത്തുകയും ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പൂർത്തിയാക്കുന്ന ഒരു പ്രക്രിയയല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ്. ആ പ്രക്രിയക്ക് ഇതിനകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മെമ്പറെ ഈ സഭയിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം നമ്പർ 512 ശ്രീ വി കെ പ്രശാന്ത്, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ് എന്ന നിലയിൽ ജീവനോപാധി നഷ്ടപരിഹാരമായി 106.93 കോടി രൂപ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. LIC അപ്പീൽ കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ വിതരണം ചെയ്ത ജീവനോപാധി നഷ്ടപരിഹാരത്തിൻ്റെ വിവരം ചുവടെ ചേർക്കുന്നു. 1. ചിപ്പി തൊഴിലാളികൾ 262 ഗുണഭോക്താക്കൾ. നൽകിയ നഷ്ടപരിഹാര തുക 12.36 കോടി രൂപ. 2. കരമടി ഉടമസ്ഥരും തൊഴിലാളികളും ഗുണഭോക്താക്കൾ 915. നഷ്ടപരിഹാര തുക 54.81 കോടി നൽകി. 3. കരമടി അനുബന്ധ സ്ത്രീ ചുമട്ടുതൊഴിലാളികൾ 11 ലക്ഷം രൂപ നൽകി. കട്ടമരം ഉടമസ്ഥർ 45 1.89 കോടി രൂപ നൽകി. മണ്ണെണ്ണ ആനുകൂല്യം 1221 31.57 കോടി രൂപ നൽകി. റിസോർട്ട് പ്രധാനപ്പെട്ട സ്ക്രീനിലുണ്ട്. ഒരു സെക്കൻഡ് തീരും. റിസോർട്ട് തൊഴിലാളികൾ 211 6.08. സ്വയം സഹായ സംഘങ്ങൾ 33 ലക്ഷം, അങ്ങനെ 106.93 കോടി രൂപ നൽകി. ഇത് കൂടാതെ കുടിവെള്ള വിതരണം, നൈപുണ്യ വികസന പരിശീലന കേന്ദ്രം, ഗംഗയാർ തോടിൻ്റെ ശുചീകരണം, ഖരമാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, ആരോഗ്യ പരിപാലനം, പകൽ വീട്, കളിസ്ഥലം, മത്സ്യബന്ധന തുറമുഖ വികസന നവീകരണം, സീഫുഡ് പാർക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചിലത് മുന്നോട്ട് പോവുകയാണ്. സർ, ബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ. ശ്രീ വി കെ പ്രശാന്ത്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഈ വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാനവും സാമ്പത്തിക വളർച്ചയുടെ ഒരു കേന്ദ്രവുമായിട്ട് മാറുകയാണ്. 12-ാം തീയതി അവിടെ മദർഷിപ്പ് അടക്കം വരുന്ന ഒരു അഭിമാന സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സർ, കേരളത്തിൻ്റെ രക്ഷാസൈന്യമായിട്ടുള്ള വിഴിഞ്ഞത്തുൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ നല്ല പിന്തുണയാണ് ഈ പദ്ധതിക്ക് നൽകി വരുന്നത്. അങ്ങിവിടെ അവർക്ക് കൊടുത്തിട്ടുള്ള തുകയടക്കം വിശദീകരിച്ചു. സർ, കുറച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഈ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ കൂടി അങ്ങ് ഇടപെടുമോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇത് സംബന്ധിച്ച് തെക്കുഭാഗം ജമായത്തിൻ്റെ ആവശ്യങ്ങളും കോട്ടപ്പുറം ഇടവക വഴിയുള്ള ആവശ്യങ്ങളും മത്സ്യത്തൊഴിലാളി സംഘടന വഴിയുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ ഒരു 6-7 യോഗങ്ങൾ ബഹുമാനപ്പെട്ട തുറവകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് നടത്തി. അന്തിമമായി ഇന്നലെ ഞങ്ങൾ വീണ്ടും യോഗം കൂടി. ഈ തൊഴിലാളികൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. അവർ പറഞ്ഞ ഏതാണ്ട് 90% കാര്യങ്ങളും അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി അവർ ഉന്നയിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് അംഗീകാരം നൽകി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരുമായി ഏറ്റവും വേഗം അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇനി കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വിഴിഞ്ഞം പദ്ധതി ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സർ, അതിൻ്റെ പ്രയോജനം കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ വിഴിഞ്ഞം കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളെ സംബന്ധിച്ച് കൂടി അങ്ങ് വിശദമാക്കുമോ?
സർ, വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തെ ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന 7.3 കോടി രൂപ ചെലവിൽ 3.3 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല സ്ഥാപിച്ച് ശുദ്ധജല വിതരണം നടത്തിവരുന്നു. കൂടാതെ 1.74 കോടി രൂപ ചെലവിൽ പ്രദേശത്തെ 1000-ലധികം വരുന്ന വീട്ടുകാർക്ക് സൗജന്യ ജലവിതരണ കണക്ഷൻ നൽകി കഴിഞ്ഞു. 400 പേർക്ക് സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി വഴി നടപടി സ്വീകരിച്ചു വരുന്നു. CSR ഫണ്ടുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ആ കാര്യം അവരുമായിട്ട് ആലോചിച്ച് പറയാം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ ആൻസ്ലാൻ. സാർ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലെ മത്സ്യബന്ധന തുറമുഖം നവീകരിക്കുന്നതിനും അധിക സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ മന്ത്രി ഉത്തരത്തിൽ പ്രഖ്യാപിച്ച ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലങ്കോട് പൊഴിയൂർ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഈ ചാളത്തടിയിലും കമ്പവലയും ഒക്കെ പ്രയോഗിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അപേക്ഷ കൂടെ അവിടെ സമർപ്പിച്ചിരുന്നു. പ്രസ്തുത അപേക്ഷയിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഇതിൽ 1.25 കോടി തുക അടങ്കൽ പ്രതീക്ഷിക്കുന്ന 25 കോടി അടങ്കൽ തുക പ്രതീക്ഷിക്കുന്ന സൗത്ത് ലാൻഡിംഗ് സെൻറ്ററും അനുബന്ധ സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ്. 48 കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഘട്ട 1, ഇതിൽ നോർത്ത് ഭാഗത്ത് വരുന്ന ലാൻഡിംഗ്, നറീഷിംഗ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്നു. സർ, ഈ 2 പദ്ധതികളും അനുമതിക്കായി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ഈ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൻ്റെ നവീകരണവും, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ഉള്ള സംവിധാനങ്ങളുടെ നവീകരണവും, കൂടാതെ പുതിയതായി നിർമ്മിക്കുന്ന ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഏറ്റവും വേഗം അത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി വരികയാണ് സാർ. ഇത് നമ്മെല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ധാരാളം പേര് അതിനെ പാരവയ്ക്കാനും വേല വയ്ക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും വിഴിഞ്ഞം പദ്ധതി നമ്മുടെ ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ് സാർ. ആ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മത്സ്യത്തൊഴിലാളികളുണ്ട് സാർ. ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഈ വിഴിഞ്ഞം പദ്ധതി മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, അതിൽ ഭൂരഹിതരുണ്ട്, ഭവനരഹിതരുണ്ട്. അവർക്ക് ഭവന നിർമ്മാണത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കുമോ സാർ? സർ, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് 1565 പേരുടെ പട്ടിക ലഭിച്ചിരുന്നു. ഇതിൽ 1023 പേർ 2017-20 വർഷങ്ങളിൽ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 542 പേരെ ഉൾപ്പെടുത്തുന്നതിന് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കത്ത് നൽകി. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ 542 പേരെ കൂടി ഉൾപ്പെടുത്തി നിർദ്ദേശം തയ്യാറാക്കി അത് നടപ്പാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട LSTD വകുപ്പുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യും. തുറമുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംരക്ഷിക്കേണ്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് നിലപാടുമായി മുന്നോട്ട് പോകുന്നു പറയാൻ ആഗ്രഹിക്കുക. ശ്രീമതി OS അംബിക. സർ, എൻ്റെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അടിമലത്തുറയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറംകടലിലേക്ക് പോകുന്ന മത്സ്യബന്ധന യാനങ്ങൾക്ക് നിർദ്ദിഷ്ട കപ്പൽച്ചാൽ നിലവിൽ വരുമോ? ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? യാതൊരു വിധമായ തടസ്സങ്ങളുണ്ടാകില്ല സാർ. ഇത് സംബന്ധിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നടത്തി ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കടകംപള്ളി പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഏതാണ്ട് 88% നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കപ്പൽ കടന്നു പോകുന്ന സമയത്തൊഴികെ മറ്റ് സമയങ്ങളിൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് കപ്പൽച്ചാൽ മുറിച്ച് യഥേഷ്ടം കടന്നു പോകാവുന്നതാണ്. ഒരു കപ്പൽ പോകുന്നതിന് ഏകദേശം 45 മിനിറ്റ് മാത്രമേ സമയം ആവശ്യമുള്ളൂ. ആയതിനാൽ ഈ വിധത്തിൽ ഉള്ള ഒരാശങ്കയ്ക്കും കാര്യമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരാശങ്കപ്പെടേണ്ട കാര്യവുമില്ല എന്ന് സഭ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീ എം വിൻസെന്റ്. നിശ്ചയിച്ചതിൽ നിന്നും 5 വർഷം വൈകിയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് സാർ. സാർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അസാധ്യമെന്ന് കരുതിയിരുന്നത് സാധ്യമാക്കിയ ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല സാർ. സാർ, 12-ാം തീയതിയിലെ പരിപാടിക്ക് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും സഹകരിച്ചാണ് സാർ മുന്നോട്ട് പോകുന്നത്. ബഹുമാനായ ഫിഷറീസ് മന്ത്രിയും പോർട്ട് മന്ത്രിയും അടക്കം പങ്കെടുത്ത എല്ലാ പരിപാടികളും ഞങ്ങൾ പങ്കെടുത്ത് സഹകരിക്കുന്നുണ്ട് സാർ. 6 സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ
കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സർ, ട്രെയിൻ വന്നപ്പോൾ വിളിച്ചിരുന്നു. സർ, ഇന്നലെ ധനകാര്യമന്ത്രിയും പറഞ്ഞത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന്. ഞങ്ങളെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കുഞ്ഞല്ലേ, UDF-ന്റെ കുഞ്ഞല്ലേ, ഞങ്ങളത് യാഥാർത്ഥ്യം ഞങ്ങൾ സഹകരിക്കുകയാണ്. സാറേ, എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് സാർ. സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണ്. കടകംപള്ളി പറഞ്ഞത്, ബഹുമാനായ കടകംപള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുറ്റബോധത്തിൽ നിന്നാണ്. സാർ, ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. സ്ഥിരമായി സാർ, മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങൾ വൈകി പോവുകയാണ് സാർ. ഇതിന്റെ മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം സാറിൻ്റെ ആനുകൂല്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 106 കോടി രൂപ ഇതിനോടകം കൊടുത്തു. സാർ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഏതാണ്ട് 80% തുകയും സ്റ്റേറ്റാണ് ഇതുവരെ മുടക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കോണം. വിൻസെൻറ്റിൻ്റെ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കരാറ് വെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്താണ് മുഴുവൻ പണവും ഇതിനു വേണ്ടി സംസ്ഥാനങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊരു പങ്ക് നിർവഹിച്ചില്ല എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. നിങ്ങൾ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ആ പങ്ക് നിർവഹിക്കുമ്പോൾ തന്നെ ഈ പദ്ധതി നടപ്പാക്കി പൂർത്തീകരിക്കണമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സാർ, ഇവിടെ ഒറ്റ കാര്യം കൂടി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് പറയുന്ന ഭാഗം ഞങ്ങൾ പരിശോധിക്കാം. പക്ഷേ അന്ന് ട്രെയിൻ കൊണ്ടുവന്ന സമയത്തുള്ള ആദ്യത്തെ ചടങ്ങ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അത് പങ്കെടുക്കുകയും ചെയ്തു. സാർ, രണ്ടാമത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. അതെന്താണ് സംഭവിച്ചെന്നുള്ള പരിശോധിച്ച് അത് തിരുത്താൻ ഉള്ള ശ്രമം നടത്തും. അങ്ങ് പങ്കെടുക്കുമെങ്കിൽ അങ്ങേ പിന്നെ ഗവൺമെന്റ് ഭാഗത്തു ക്ഷണിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളെ സംബന്ധിച്ചില്ല. ആ കാര്യം പരിശോധിച്ച് തീരുമാനിക്കുന്നതാണ്. സാർ, ബഹുമാനായ വിൻസെൻ്റ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഈ പദ്ധതി ആകെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് തുടക്കം കുറിച്ചെന്ന് പറഞ്ഞത് ശരിയല്ല സാർ. ആദ്യമായി മൺമറഞ്ഞ EK നായനാർ ഗവൺമെൻറ്റാണ് ആദ്യമായി യഥാർത്ഥത്തിൽ ഇതിന് കമ്മിറ്റിയെ നിയോഗിച്ചത്, കുമാർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ പഠനം ആദ്യം നടത്തിയത്. കുമാർ കമ്മിറ്റി അന്ന് നിയോഗിച്ചു. ആ റിപ്പോർട്ട് വന്ന് അതിനുശേഷം രണ്ടാമത് AK ആന്റണിയുടെ ഗവൺമെൻറ്റാണ് ആദ്യമായി ഇത് ടെൻഡർ ചെയ്തത്. ഒരു ചൈനീസ് കമ്പനിയാണ് ആ ടെൻഡർ കോട്ട് ചെയ്തത്. അവർക്ക് കൊടുത്തില്ല. അതിനുശേഷം പിന്നീട് വന്ന VS ഗവൺമെൻറ്റാണ് രണ്ടാമത് വീണ്ടും ഇത് ടേക്കപ്പ് ചെയ്ത് അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന വിജയകുമാർ ഇത് സംബന്ധിച്ച ഫയലുകൾ നീക്കി ടെൻഡർ ചെയ്ത് ഒരു ആന്ധ്ര കമ്പനി മുന്നോട്ട് വന്നു. അന്നതിന് കരാർ കൊടുത്തിരുന്ന കമ്പനിക്ക് എടുക്കാൻ കഴിയാവുന്നത് കോടതി കേസ് വന്നു. അതിന് ശേഷമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന UDF ഗവൺമെൻറ് ടെൻഡറും മറ്റു നടപടികളും. നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നത്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതിഹാസമായി മാറാൻ പോകുന്ന നമ്മുടെ വിഴിഞ്ഞം കപ്പൽ തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. സ്വാഭാവികമായും ആ പ്രദേശത്തെ പ്രാദേശികമായ ജനങ്ങളെ പരിപൂർണമായും അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള എല്ലാ പരിപാടികളും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരം. സാർ, അവിടെ തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നൈപുണ്യ തൊഴിൽ പരിശീലന കേന്ദ്രം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കുള്ള തൊഴിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ വിസിലുമായി ബന്ധപ്പെട്ടും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും തുറമുഖ വകുപ്പ് വ്യക്തമായി ചർച്ച ചെയ്ത് ആ പ്രദേശത്തുള്ള ആളുകളുടെ സംരക്ഷണത്തിന് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ശതമാനം ആളുകളെ ഇതിനോടകം തന്നെ ആ ആവശ്യത്തിലേക്ക് ജോലിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ചോദ്യം നമ്പർ 513 ശ്രീ A. രാജ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സാർ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ പരിശീലന നൈപുണ്യ വികസനത്തിനായി ഹോണറിയത്തോടു കൂടിയിട്ട് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ 2 വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ഈ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രേസ് പദ്ധതി. എഞ്ചിനീയറിംഗ്, നേഴ്സിംഗ്, പാരാമെഡിക്കൽ, നിയമം, സോഷ്യൽ വർക്ക്, മാനേജ്മെൻറ്റ്, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ഇൻറ്റേൺഷിപ്പ് മാതൃകയിൽ ഹോണറിയത്തോടുകൂടി പരിശീലനത്തിനും പ്രവൃത്തി പരിചയത്തിനും വകുപ്പ് അവസരമൊരുക്കുന്നു.
സർക്കാർ തലത്തിൽ 2 വർഷം പ്രായോഗിക പരിശീലനം വഴി ആർജിക്കുന്ന പരിചയ സമ്പത്തിലൂടെ ഏതൊരു മികച്ച സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതിയാണ് സാർ ഇത്. ബി, വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 5067 പേർക്ക് ഓണറേറിയം വ്യവസ്ഥയിൽ നിയമനം നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അക്രഡിറ്റ് എഞ്ചിനീയർമാരായും നഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലയിലും ബിരുദധാരികളെ സോഷ്യൽ വർക്കർമാരായും 380 ബിരുദധാരികളെ അപ്രന്റീസ് ക്ലർക്കുമാരായും 112 നിയമബിരുദധാരികളെ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിലും നിയമിച്ചിട്ടുണ്ട് സാർ. വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെയും പദ്ധതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക വഴി തങ്ങളുടെ സേവന മേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസവും അനുഭവ പരിചയവും സ്വായത്തമാക്കുന്നു. എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, പാരാമെഡിക്കൽ, നിയമം, സോഷ്യൽ വർക്ക്, മാനേജ്മെൻറ്റ്, അധ്യാപനം, ക്ലർക്ക് തുടങ്ങിയ വിവിധ മേഖലകളിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ഇന്റേൺഷിപ്പ് മാതൃകയിൽ ഹോണറേറിയത്തോടുകൂടി പരിശീലനത്തിനും പ്രവൃത്തി പരിചയത്തിനും വകുപ്പ് അവസരമൊരുക്കുന്നു. പരമാവധി 2 വർഷം വരെ പരിശീലനത്തിന് നിയോഗിക്കുകയും പരിശീലന കാലയളവിൽ അതാത് മേഖലകളിൽ അനിവാര്യമായ നൈപുണ്യം കൈവരിക്കുന്നതിന് ഉതകുന്ന പ്രത്യേക ട്രെയിനിങ് നൽകുകയും ചെയ്യുന്നു. സർക്കാർ തലത്തിൽ 2 വർഷം പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക വഴി ആർജിക്കുന്ന പരിചയസമ്പത്തിലൂടെ ഏതൊരു മികച്ച സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ യുവാക്കളെ പ്രാപ്തമാക്കുന്നു സാർ. ശ്രീ എ രാജ. സർ, ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മാത്സരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ഇടത് സർക്കാർ വിവിധ പദ്ധതികളാണ് സാർ ആവിഷ്കരിച്ച് വന്നിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ സാർ. എൻ്റെ ചോദ്യം, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഹോണറേറിയം വ്യവസ്ഥയിൽ പ്രായോഗിക പരിശീലനം നൽകുക എന്നുള്ളതാണ് ട്രേസ് പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ ഇപ്രകാരം നിയോഗിക്കുന്ന വിദ്യാർത്ഥികളെ വകുപ്പിൻ്റെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് സാർ ചോദ്യം. സാർ, അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാറ്. നമ്മളിപ്പോൾ ഈ പദ്ധതി പ്രകാരം തന്നെ കേരളത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നിയമനം കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ തന്നെ ഇപ്പം ഇതേ പദ്ധതി പ്രകാരം 500 അക്രഡിറ്റ് എഞ്ചിനീയർമാരെ നമ്മൾ നിയമിച്ച് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നിലവിൽ ട്രേസ് പദ്ധതിയിൽ അവസരം നൽകുന്ന സർക്കാർ വകുപ്പുകൾക്ക് പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി ട്രേസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ പരിഗണിക്കാമോ എന്നാണ് സാർ. സാർ, ആ കാര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു. ശ്രീ ടി ഐ മധുസൂദനൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി ദലീമ. സർ, കേരള എംപവർമെൻറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ട്രെയിനിങ് ഫോർ എ കരിയർ എക്സലൻസ് ട്രേസ് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് പരിശീലനം വ്യാപിപ്പിച്ച് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഒരുക്കാനാണ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ശാന്തകുമാരി കെ. സർ, ഈ പരമ്പരാഗതമായ തൊഴിൽ മേഖലയിൽ നിന്ന് മാറി പുതിയ തലമുറ വിദ്യാഭ്യാസത്തിലൂടെ വന്ന് റോയൽ ജോബുകളിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് ട്രേസ് ഗവൺമെൻറ് ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഉന്നത യോഗ്യത ഉണ്ടായിട്ടും പലപ്പോഴും ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ല എന്നൊരൊറ്റ കാരണത്താൽ അവരെ പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ്, പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. അപ്പോൾ അതിനൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ ട്രേസ്. എൻ്റെ ചോദ്യം, ഇപ്പോൾ നിലവിൽ തന്നെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും സാധ്യമായ മെഡിക്കൽ, പാരാമെഡിക്കൽ മേഖലകളിലേക്ക് കൂടുതൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മേഖലയിലേക്ക് കൂടുതൽ താല്പര്യം ഗവൺമെൻറ് എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ. മെഡിക്കൽ, പാരാമെഡിക്കൽ. സാർ, പാരാമെഡിക്കലിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പരിശീലനം കൊടുത്ത് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഗവൺമെൻറ് തന്നെ, കേരള ഗവൺമെൻറ് തന്നെ ഇപ്പോൾ തൊഴിൽ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് സാർ. അപ്പോൾ കൂടുതൽ ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിലെ കുട്ടികൾ നല്ല രീതിയിൽ വലിയ ഒരു എഡ്യൂക്കേറ്റഡായി വരുന്നുണ്ട്. അവർക്കൊക്കെ കൂടുതൽ ഈ പരിശീലനം കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ കുട്ടിക്ക് മുൻപരിചയം ഉണ്ടോ എന്നുള്ളതാണ് എല്ലാ സ്ഥാപനങ്ങളും ചോദിക്കുന്നത്. അതിനു വേണ്ടിയാണ് സാർ ഈ ഇൻറ്റേൺഷിപ്പ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് 2 വർഷം കിട്ടുമ്പോൾ അതൊരു പരിചയസമ്പന്നം തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് കൂടുതൽ വിപുലപ്പെടുത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കാം. ശ്രീ KM സച്ചിൻ ദേവ്. സാർ, ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി തൊഴിൽ മേഖലയിലേക്ക് വിന്യസിക്കുന്ന ട്രേസ് പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സിവിൽ എഞ്ചിനീയർമാരെ ട്രേസ് വഴി വിന്യസിച്ചത് സംബന്ധിച്ച് വിശദീകരിക്കാമോ?
യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇപ്പോൾ 500 പേർക്ക് നമ്മൾ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് നമ്മൾ ഇപ്പോൾ വിന്യസിച്ച് ഈ പഞ്ചായത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വീട് നിർമ്മാണം, പിന്നെ ഈ വീട് റിപ്പയർ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ ഈ വിദേശത്തൊക്കെ ഈ കുട്ടികളെ നമ്മൾ വിട്ട് കൂടുതൽ പഠന മികവിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. യെസ്, ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ UDF ഗവൺമെൻറ് കാലത്ത് ഗോത്രസാരഥി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ എത്തുന്നതിന് വേണ്ടി വാഹനങ്ങൾ കോളനികളിൽ നിന്നും കോളനി സങ്കേതങ്ങളിൽ നിന്നും ഏർപ്പെടുത്തിയത്. സർ, അത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്തും ഗോത്രസാരഥിയാണ്. ഇപ്പം അത് വിദ്യാഭാഗിനിയാക്കിയിട്ടുണ്ട്. വിദ്യാഭാഗിനിയാക്കി ആ ഓർഡർ ഇറങ്ങിയപ്പോൾ പല കോളനികളും വിട്ടുപോയിട്ടുണ്ട്. അതിനൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് സാർ. പല കുട്ടികളും വിദ്യാഭാഗിനി വരട്ടെ എന്ന് പറഞ്ഞ് വീടുകളിൽ കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ, റോഡിൻ്റെ വികസനം, വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്, ഇതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇവരെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ കാൽനടയായിട്ട് വിടാനുള്ള ഒരു പ്രായോഗികമായ പ്രയാസമുണ്ട്. അങ്ങനെയൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിദ്യാഭാഗിനി ഗോത്രസാരഥിയുടെ ഭാഗമായി ഏതൊക്കെ കോളനി സങ്കേതങ്ങളിൽ നിന്നാണ് കുട്ടികളെ, ഊരുകളിൽ നിന്നാണ് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചത്, അതേ മാനദണ്ഡത്തിൽ തുടരാനുള്ള നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ കുട്ടികളുടെ ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാർ നമ്മൾ ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ച കാലത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നിരുന്നു. പിന്നീട് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പല മേഖലകളിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ചില നിബന്ധനകളുണ്ട് സാർ. 2 കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്തുള്ള സങ്കേതങ്ങളിലെ കുട്ടികളെയാണ് നമ്മൾ ഇത്തരം വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഒരു 500 മീറ്ററിൻ്റെ പരിധിയിലും അല്ലെങ്കിൽ 1 കിലോമീറ്റർ പരിധിയിലും ഉള്ള കുട്ടികളെടുത്ത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ശ്രദ്ധ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ മെമ്പർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആ മേഖലയിൽ കൂടി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ശ്രീമതി KK ശൈലജ ടീച്ചർ. ആദിവാസി പോപ്പുലേഷൻ കൂടുതലുള്ള മേഖലകളിൽ ട്രേസ് പദ്ധതിയുടെ ഭാഗമായി കരിയർ ഗൈഡൻസ് സെൻറ്റർ ഏർപ്പാടാക്കുന്നതിനും ഈ വ്യവസായ വകുപ്പിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഇൻറ്റേൺമാരെ പോലെ തന്നെ ആ മാതൃകയിൽ ഒരു ഇൻറ്റേണിനെ അതിൻ്റെ ചുമതലക്ക് നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആദിവാസി യുവാക്കളെയും യുവതികളെയും ട്രെയിനിങ് നൽകുക മാത്രമല്ല അവരെ സംരംഭകത്വത്തിന് അടക്കം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരമൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയൊന്ന് അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ പറയുന്നു. ഞാൻ മാത്രമല്ല മറ്റ് നിരവധി MLAമാരും അവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിന് മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് അങ്ങ് ആലോചിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ ഈ കാരിയർ ഗൈഡിന് പുറമെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തന്നെ ഈ പദ്ധതി തുടക്കം കുറിച്ചിരുന്നു. അതാണ് ഈ അപ്പാരറ്റ് പാർക്ക് പോലെയുള്ള കാര്യങ്ങൾ. കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർക്കും ഒരു തൊഴിൽ വരുമാനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ അപ്പാരറ്റ് പാർക്ക് പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ നേരത്തെ അട്ടപ്പാടിയിലും അതുപോലെ വയനാട് ജില്ലയിലൊക്കെ ആരംഭിച്ചിരുന്നു. ടീച്ചർ പറഞ്ഞ പോലെയുള്ള മറ്റ് ജില്ലകളിൽ ആവശ്യമായി വരുന്ന മുറയ്ക്ക് നമുക്ക് ആ പദ്ധതികൾ ആരംഭിച്ച് അവിടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം തൊഴിലവസരം ഒരുക്കാൻ വേണ്ടി സാധിക്കും. യെസ്. ചോദ്യം നമ്പർ 514 ഡോക്ടർ MK മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KPA മജീദ്, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സാറേ, തീരക്കടലിൽ നിരോധിത വലകളും ലൈറ്റുകളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തദ്ദേശീയ യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷത്തിലാകുന്നതായുള്ള റിപ്പോർട്ടുകൾ മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻറ്റും പെട്രോളിംഗ് നിരീക്ഷണവും ശക്തമാക്കുകയും ഇപ്രകാരം അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ KMFR ആക്ടും റൂളും അനുശാസിക്കുന്ന വിധത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്തരം സംഘങ്ങളുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘർഷത്തിലാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർ, ബാക്കിയുള്ളത് താങ്ക് യു. ഡോക്ടർ MK മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KPA മജീദ്. തീരദേശ പാതയിലൂടെ ചരക്ക് ഗതാഗത കപ്പൽ സർവീസ് നടത്തിയതിൻ്റെ ഫലമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ബോട്ടുകൾ പ്രശ്നങ്ങൾ വരികയാണ്. പൊന്നാനിയിൽ ഇത് സംബന്ധിച്ച് ഒരാൾ മരിക്കുകയുണ്ടായി. ബോട്ട് തകർന്ന് അവിടെ യന്ത്രങ്ങളൊക്കെ നശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ മേഖലയിലൂടെ ഈ ചരക്ക് കപ്പൽ ഗതാഗതത്തെ സംബന്ധിച്ചുള്ള
മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കണം. അത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് സംസ്ഥാനത്തിൻ്റെ തീരക്കടൽ പരിധി. ആ പ്രസ്തുത മേഖലകളിൽ മറ്റു തരത്തിലുള്ള കപ്പലുകളോ ബോട്ടുകളോ കടന്നു വരാൻ പാടില്ല എന്നതാണ് അതിൻ്റെ വ്യവസ്ഥ. എന്നാൽ അവിടെ വരുന്ന ബോട്ടുകൾക്ക് ഹാർബറിലേക്ക് പോകാനുള്ള അനുവാദം സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ 12 നോട്ടിക്കൽ മൈലിന് അകത്ത് നിൽക്കാതെ പുറത്തു പോയി മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണ് കപ്പലുകൾ വന്ന് ആക്സിഡൻറ്റ് സാധാരണ ഇപ്പോൾ സംഭവിക്കാറുള്ളത്. സാർ, അതിന് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല. മത്സ്യം കിട്ടുന്നതിന് വേണ്ടി ഉൾക്കടലിലേക്ക് പോകാറുണ്ട്. ആ കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണവും ആ കാര്യത്തിൽ പുതിയ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ മുമ്പുള്ള കാര്യം. അത് സംബന്ധിച്ച് സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള മത്സ്യ കയറ്റുമതി നിയന്ത്രണമോ നിരോധനമുള്ള ഫലമായി ചെമ്മീന് വലിയ വിലയിടിവുണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണോ? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാർ, അത് എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്രീ PK ബഷീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എന്നെ നെല്ലിക്കുന്നു. സാർ, മത്സ്യത്തൊഴിലാളികളെ പോലെ മറ്റൊരു തൊഴിലെടുക്കുന്നവർക്ക് ഇത്രയധികം കാലം ജോലി നഷ്ടപ്പെടില്ല. വരവ് പൂർണ്ണമായും അറ്റുപോകുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസമേകാനാണ് സർക്കാർ ധനസഹായം ഏർപ്പെടുത്തിയത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ കൂടി നൽകുന്ന വിഹിതവും ചേർത്ത് 3 ഗഡുക്കളായി ട്രോളിംഗ് കാലത്ത് നൽകുന്ന പതിവ് ഇപ്പോഴുണ്ടോ? ഇക്കുറി എത്ര തുകയാണ് നൽകിയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കാമോ? സമ്പൂർണ്ണ സമാശ്വാസ പദ്ധതി 4500 രൂപ കൊടുക്കുന്നത്. അതിൽ 1500 രൂപ കൊടുത്തു കഴിഞ്ഞു. സൗജന്യമായ റേഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 ഗഡുക്കൾ ഇപ്പോൾ അനുവദിക്കും. ആ 2 ഗഡുക്കൾ കൊടുക്കുകയും ചെയ്യും. കൂടാതെ ഈ കടൽക്ഷോഭമുള്ള സന്ദർഭങ്ങളിൽ കടലിൽ പോകാൻ പാടില്ല എന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കുന്ന ദിവസം 200 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാലയളവിൽ 186 കോടി രൂപ അതിനുവേണ്ടി സംസ്ഥാനം മുടക്കിയിട്ടുണ്ട്. ശ്രീ കുർക്കോളി മൊയ്തീൻ. സർ, മലപ്പുറം ജില്ല 70 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള ഒരു ജില്ലയാണ്. ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ കടലുണ്ടി നഗരത്തിൽ നിന്നും അങ്ങേ തെക്കേ അറ്റത്തേക്ക് പോകണം DD ഓഫീസിനെ സമീപിക്കാൻ. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു സുന്ദരമായൊരു കെട്ടിടം ബഹുമാന്യനായ നമ്മുടെ വഖഫ് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ താന്നൂർ മണ്ഡലപ്പെട്ട ഉണ്ണിയാലിൽ അത് വെറുതെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പോലും. അതിങ്ങോട്ട് മാറ്റിയാൽ ജില്ലയുടെ സെന്ററിൽ ഈ ഓഫീസ് വരികയും എല്ലാവർക്കും എത്തിപ്പെടാൻ സൗകര്യമാവുകയും ചെയ്യും. ഈ രീതിയിൽ ഒരു മാറ്റത്തിന് ശ്രമം നടത്തുമോ എന്നാണ്. സാർ, ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് ന്യായമായ ഒരു തീരുമാനം എടുക്കാം. ബഹുമാനപ്പെട്ട അംഗം ആ കാര്യം എൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച് ആവശ്യത്തിനുണ്ട്. ശ്രീ AK മാഷ്റഫ്. സർ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചു വരുന്ന തോണികളുടെ ലൈസൻസ് ഫീസ് 3-4 ഇരട്ടിയായി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തോണിയുടെ ഉപയോഗ കാലാവധി മുൻകാലങ്ങളിൽ 20 വർഷം വരെ ഉണ്ടായിരുന്നത് നിലവിൽ 12 വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധിയിലേക്ക് അടക്കേണ്ട തുകയും 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വർധനവുകൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. എൻ്റെ ചോദ്യം, വർദ്ധിപ്പിച്ച തോണിയുടെ ലൈസൻസ് ഫീസും ക്ഷേമനിധി അംശാദായവും പിൻവലിക്കുന്നതിനും മത്സ്യബന്ധന തോണികളുടെ ഉപയോഗ കാലാവധി 20 വർഷമാക്കുന്നതിനും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ അവരുടെ വ്യക്തിഗതമായ കുടുംബപരമായ സഹായങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ വിവാഹ ആവശ്യത്തിനുള്ള ചിലവ്, അവരുടെ രോഗത്തിനുള്ള ആവശ്യങ്ങൾ, അവരുടെ മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, ഇതിനൊക്കെ നമ്മൾ വളരെ നോർമൽ, അവരുടെ എഡ്യൂക്കേഷൻ വളരെ നോർമലാണ്. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള വള്ളങ്ങൾ, തോണികൾ, ബോട്ടുകൾ, ഇതിൻ്റെയൊക്കെ ലൈസൻസ് ഫീസ് അല്ലെങ്കിൽ അതിന് വർദ്ധിപ്പിക്കേണ്ട ചില നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ചിലത് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംശാദായത്തിന് ചെറിയ വർധന വരുത്താതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കുകയാണ്. അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായിട്ട് എല്ലാം സംസാരിച്ചു. അങ്ങയുടെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ട്രേഡ് യൂണിയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ തരത്തിലുള്ള ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ KJ മാക്സി. കടലിൽ പരമാവധി ദൂരം വരെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ സംസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സൗജന്യമായ നിരക്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ? അത് വിശദീകരിക്കാമോ? സർ, 6000-ഓളം യാനങ്ങൾക്ക് ട്രാൻസ്പോണ്ടറുകൾ
ഘടിപ്പിക്കുന്നുള്ള ഒരു സൗജന്യ പദ്ധതി നമ്മൾ നടപ്പാക്കി വരികയാണ്. ആ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എല്ലാ യാനങ്ങൾക്കും ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അത് ഈ ഗവൺമെൻറ് കാലത്ത് പൂർത്തീകരിക്കുകയും ചെയ്യും. ശ്രീ പി ബാലചന്ദ്രൻ. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ചില നയങ്ങൾ വൻകിട കോർപ്പറേറ്റ് യാനങ്ങൾക്ക് വർഷങ്ങളോളം ആഴക്കടലിൽ തമ്പടിച്ച് മത്സ്യബന്ധനം നടത്താൻ ഇടവരുത്തുന്നത് മൂലം തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നു. അവർ വലിയ സമരരംഗത്തായിരുന്നു. അവരെ സംരക്ഷിക്കുന്നതിനും ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ നയങ്ങളെ പ്രതിരോധിക്കുന്നതിനും എന്തെങ്കിലും നയങ്ങൾ കേരളം സ്വീകരിച്ചിട്ടുണ്ടോ? സർ, ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യമേഖലയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് നിലപാടുകൾ, സമരങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ച് നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട്. നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് യൂണിയൻ സമരത്തിൽ വന്നിട്ടുണ്ട്. പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എതിർപ്പുകൾ അപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഈ രംഗത്ത് ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 10 ബോട്ടുകൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച് 6 ബോട്ടുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും 4 ബോട്ടുകൾ കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 10 ബോട്ടുകൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലുള്ള പരമ്പരാഗത മത്സ്യബന്ധനത്തിൻ്റെ സാധ്യതകളെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ചോദ്യം നമ്പർ 515 ശ്രീ GS ജയലാൽ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ടേബിൾ ചെയ്തവർക്ക് ചോദിക്കായിരുന്നു. ടേബിൾ ചെയ്ത സാർ. യെസ്, ശ്രീ GS ജയലാൽ. സർ, നിലവിലുള്ള നിയമങ്ങൾ സമുദ്ര മത്സ്യങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ളതാണ് സർ മനസ്സിലാക്കുന്നത്. ശുദ്ധജല മത്സ്യങ്ങളുടെ സംരക്ഷണത്തിലെ നിയമങ്ങൾ നിലവിലുണ്ടോ? അത് അനിവാര്യമാണ് എന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ സർ? പരമ്പരാഗത മത്സ്യയിനങ്ങളിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ സംരക്ഷിക്കുന്നതിനും ആവാസ വ്യവസ്ഥയിലെ കണ്ണികൾ മുറിയാതിരിക്കുന്നതിനും വേണ്ടി ഫിഷറീസ് വകുപ്പ് മുഖേന ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പാക്കി വരുന്നു. 2022-23 വർഷം ആരംഭിച്ച് 3 വർഷം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആകെ അടങ്കൽ 1199 ലക്ഷം രൂപയാണ്. ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലനം എന്ന പദ്ധതി പ്രകാരം പുഴകളിലും അനുബന്ധ ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും മത്സ്യകക്ക സംരക്ഷണ പ്രദേശങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022-23 148.25 ലക്ഷം മത്സ്യ ചെമ്മീൻ കുഞ്ഞുങ്ങളെ ജലാശയങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് സാർ. റിസർവോയറുകളും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. വംശഭീഷണി നേരിടുന്ന ഇത്തരം മഞ്ഞക്കൂരി, കുറുവ പരൽ തുടങ്ങിയ തദ്ദേശീയ മത്സ്യയിനങ്ങളെ സംരക്ഷിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ ഗോവ സംസ്ഥാനങ്ങളിൽ കാണുന്ന അരുവികളിൽ മാത്രം കണ്ടുവരുന്ന അലങ്കാര പ്രാധാന്യമുള്ള പരൽ, അതിനുവേണ്ടി പ്രത്യേക വിത്തുൽപാദന സാങ്കേതിക വിദ്യ സർവകലാശാല വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ. വിശദമായ ഒരു മറുപടിയാണ്. കൂടുതൽ ഉൾനാടൻ മത്സ്യ പരിപാലന സംരക്ഷണ പ്രക്രിയയ്ക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഞാൻ നിയമനിർമ്മാണത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചു സാർ. നിയമനിർമ്മാണത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചിരുന്നു. കായൽ മത്സ്യത്തിൻ്റെ പറയാം സാർ. ചോദിക്കാനുള്ളത് സാർ, ഈ കരിമീൻ, തിരുത, പൂമീൻ, വരാൽ തുടങ്ങിയ മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ നിന്ന് തീന്മേശ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. സാറേ, ശുദ്ധജല മത്സ്യങ്ങളുടെ കലവറയെന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടമുടി കായലിൽ പോലും ഇവയുടെ എണ്ണം കുറയുകയാണ്. സാർ, സമുദ്ര മത്സ്യമായ അയലയുടെയൊക്കെ സാന്നിധ്യം, കായലിലെ സാന്നിധ്യം അപ്പോൾ സമുദ്ര മത്സ്യങ്ങളുടെ സാന്നിധ്യം ഈ കായലിൽ വരുന്നത് കൊണ്ട് വലിയ ഒരു കായലിലെ ശുദ്ധജല മത്സ്യങ്ങൾ വലിയ ഭീഷണിയാണ്. ഇക്കാര്യം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? ഞാനിവിടെ പറഞ്ഞല്ലോ, കായലിലും നദികളിലും ജലാശയങ്ങളുള്ള പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മത്സ്യങ്ങളിലെ വംശഭീഷണി നേരിടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മറുപടിയിൽ അതെല്ലാം വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങ് പറഞ്ഞ കായലിലെ പ്രശ്നം സത്യസന്ധമായ കാര്യമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മറുപടിക്കകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിയമനിർമ്മാണം അത് ഗവൺമെന്റ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ശ്രീ ചന്ദ്രശേഖരൻ ചുമതലപ്പെടുത്തിയ പ്രകാരം മുഹമ്മദ് മൊഹസിൻ. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണല്ലോ ഈ ശുദ്ധജല മത്സ്യം. എന്നാൽ അത് വംശനാശ ഭീഷണി നേരിടുന്ന പല കാരണങ്ങളുണ്ട്. വാട്ടർ പൊല്യൂഷൻ, ആവാസ വ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ, pH ബാലൻസിൻ്റെ വ്യത്യാസം, അമോണിയ, അങ്ങനെ പല കാരണങ്ങളുണ്ട്.
ഈ കേരളത്തിൽ ഇതിന് ഉണ്ടാവുന്ന കാരണം എന്താണെന്ന് വളരെ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ പഠനം നടത്തിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? സാർ, പഠനം നടത്തിയിട്ടുണ്ട് സാർ. ഉൾനാടൻ ജലാശയങ്ങളുടെ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യ വിവര ശേഖരണം നടത്തി അവയുടെ സ്വാഭാവിക നിലനിൽപ്പിന് ആവശ്യമായ ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയ്ക്കുണ്ട്. കുഫോസ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അഷ്ടമുടി തടാകത്തിലെ മുഴുവൻ മത്സ്യങ്ങളുടെയും വിവരശേഖരണം നടത്തുകയും പിടിച്ചെടുക്കുന്ന മത്സ്യസമ്പത്തിന്റെ ഇനം തിരിച്ചുള്ള കണക്കുകൾ സഹിതം നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ, 3 അന്താരാഷ്ട്ര പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശൂർ പൊന്നാനി കോൾ പാടശേഖരങ്ങളുടെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് വിവരശേഖരണം നടത്തുകയും പ്രസ്തുത വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദ റിപ്പോർട്ട് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അച്ചൻകോവിൽ നദിയുടെ പ്രധാന കൈവഴിയിലായ കല്ലാർ നദിയുടെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി. സാർ, അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മറുപടിക്ക് അതെല്ലാം ഉണ്ട്. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.